എം വി ജയരാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം വി ജയരാജൻ, മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്, അത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് കോടതി. എന്താണ് പ്രതികരണം? മാത്യു കുഴൽനാടൻ ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നിൽ വെച്ച തെളിവുകളെല്ലാം കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. മാത്യു കുഴൽനാടൻ എന്ന കോട വായിൽ തോന്നിയത് പാട്ടാക്കി മാറ്റുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചില മാധ്യമങ്ങളിൽ വരികയും ആ മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തെളിവെന്ന രീതിയിൽ കോടതിയിലും വിജിലൻസ് അധികൃതർക്കും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തെളിവാണെന്ന് വ്യാഖ്യാനിക്കുന്നത്. ഒരു 4 തവണ വിജിലൻസ് കോടതി തെളിവുണ്ടോ ഹാജരാക്കാനെന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം തെളിവുകൾ പിന്നീട് ഹാജരാക്കാമെന്ന് പറയുന്നതല്ലാതെ ഹാജരാക്കാറുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നിയമസഭയിൽ യാതൊരു വസ്തുതയുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കും. അത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി കൂടും. അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തും. നിയമസഭയില് ചട്ടപ്രകാരം എഴുതി കൊടുത്ത് ആരോപണം ഉന്നയിക്കാമെന്ന ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ ആ വ്യവസ്ഥയിൽ വസ്തുതകളും രേഖകളുടെയും പിൻബലത്തോടുകൂടി ആയിരിക്കണം എന്ന് കൃത്യമായി തന്നെ ചട്ടത്തിലുണ്ട്. അതൊന്നും ഇല്ലാതെ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ ആരോപണങ്ങളായി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വായിൽ തോന്നിയത് കോടക്ക് പാട്ട് എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ശ്രീ മാത്യു കുഴൽനാടൻ. ഇനി അദ്ദേഹം എന്ത് പറയും? മാസപ്പടി എന്നത് തന്നെ അന്ന് തട്ടിപ്പായിരുന്നു. അത് ഏറ്റുപിടിച്ച് ഒരു മാധ്യമം മുൻ പേജിൽ വാർത്തയായി കൊടുക്കുകയും ചെയ്തു. കെട്ടിച്ചമച്ചത് മാത്രമല്ല, വ്യാജ വാർത്തകൾ മുഖ്യമന്ത്രിക്കെതിരായി കൊണ്ടുവരുന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടരാണ് ഇക്കൂട്ടരെന്ന് വ്യക്തമാണ്. അന്ന് തന്നെ മുഖ്യമന്ത്രി നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞു, മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. അത്രയും നിശ്ചയദാർഢ്യവും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അഴിമതിയുടെ പുരളാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെയെല്ലാം ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളുക വഴി ഉണ്ടായിട്ടുള്ളത്. ഈ മറ്റു ചില അന്വേഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ജയരാജൻ നടക്കുന്നുണ്ട്, കേന്ദ്ര ഏജൻസികളുടെ അടക്കം SFIOയുടെയും മറ്റും. അതിനും ഇതേ അവസ്ഥ തന്നെ വരുമെന്നാണോ? അല്ല, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളുടെ രൂപവും രീതിയും എങ്ങനെയാ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ വസ്തുതകളില്ലാതെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് ചില മാധ്യമങ്ങൾ മുൻ പേജിൽ വലിയ വാർത്തയായി നൽകുക. കോൺഗ്രസിന്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം BJP നേതാക്കൾ അത് ഏറ്റുപിടിക്കുക, എന്നിട്ട് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ഇതാണ് നടക്കുന്നത്. ഇതിപ്പോ നാട്ടുകാർക്ക് ആകെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ കഥയില്ല. മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചപ്പോ സുപ്രീം കോടതി ചോദിച്ചു, എന്തിനിത്ര ധൃതി? സുപ്രീം കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ അപ്പൊ തന്നെ തള്ളൂ. മെറിറ്റിലേക്ക് കടക്കുന്നത് വിചാരണ കോടതിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ പോലും ജയിലിലടക്കാൻ മടിയില്ലാത്തവർ മാത്യു കുഴൽനാടന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വില നൽകുന്നത്. അതുകൊണ്ട് അക്കൂട്ടർക്കെല്ലാം ഉള്ള ഒരു തിരിച്ചടിയാണ് ഈ കോടതി വിധി. ശരി, നന്ദി ശ്രീ ജയരാജൻ, എം വി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും